ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഓരോ ദിവസവും അപ്ഡേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് പല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ച് നടക്കുന്നവരാണ് പലരും. അപ്പോൾ ഇന്ന് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റായ മരിയ ജിൻസിയാണ്. അപ്പൊ മരിയ ചേച്ചി, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ജിൻസി ചേച്ചി, അതായത് ഞാൻ വിളിക്കുന്നത് മരിയ ചേച്ചി എന്നാട്ടോ, മരിയ ജിൻസി എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു. എൻ്റെ വിവാഹശേഷം പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ആക്ച്വലി മേക്കപ്പ് എന്നുള്ള ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൊച്ചിയിൽ തന്നെ JSSൻ്റെ ഒരു കോഴ്സാണ് ഫസ്റ്റ് ചെയ്തത്. അവിടെ ജാൻസി പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സായിട്ട് നന്നായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് മിസ് ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റഡീസിന് പോകണം, ഡിപ്ലോമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിൻ്റെ കുറച്ചുകൂടി പഠിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ലാസ്റ്റ് ഇത് ഫസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ള കല്യാണത്തിൻ്റെ തലേന്ന്, കോട്ടയത്താണ് കേട്ടോ, കല്യാണത്തിൻ്റെ തലേന്ന് അവൾ ജസ്റ്റ് എന്നെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അവളുടെ വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, വെഡ്ഡിങ് ഡേനേക്കാളും ഭംഗി തലേ ദിവസം ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് കൂടി. പിന്നെ ഓരോ ബ്രൈഡ്സായിട്ട് നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള ഒരു രീതിയിലായപ്പോഴേക്കും ബ്രൈഡ്സ് വരാൻ തുടങ്ങി. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി. മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് ഒരാളുടെ വർക്ക് ഡയറക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അടുത്ത വർക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പാരൻസിൻ്റെ ഒരു സന്തോഷവും വർക്ക് കഴിയുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്മൈലൊക്കെ കാണുമ്പോൾ നമുക്ക്, ഞാൻ പോലും അറിയാതെ എൻ്റെ പാഷനായിട്ട് മാറുമായിരുന്നു. ഞാനിങ്ങനെ കൂടുതൽ എൻ്റെ വർക്ക് ബെറ്റർ ആക്കാം, കൂടുതൽ എന്താ പറയുക, കുട്ടികളുടെ സ്കിന്നും ഇപ്പോൾ നമ്മളുടെ ഫുഡും പൊല്യൂഷനും ഒക്കെ കൂടി വരല്ലേ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ പറഞ്ഞു കൊടുത്ത് കൂടുതൽ നന്നാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തിലേക്കായി. പക്ഷെ ഇപ്പോഴും നിലവിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു മേക്കപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഇപ്പോൾ നമുക്ക് പറയാമല്ലോ, ഡെയിലി ലൈഫിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കൂടുതലായിട്ട് കിട്ടാനായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ മിനിമൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കുട്ടിക്ക് തന്നെ അറിയാമല്ലോ, നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ചെയ്ത് ഒരു കാജൽ ചെയ്ത്, മനസ്സിലായോ, ഒന്ന് പൗഡർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലാതെ പോകുന്നതും നമുക്ക് തന്നെ തോന്നില്ലേ. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി പുറത്ത് കാണിക്കുന്നത് മേക്കപ്പ് വഴി തന്നെയാണ് ഇപ്പോൾ എല്ലാ ജോലികൾക്കും. അപ്പൊ ചേച്ചി, ഇന്നത്തെ നമ്മുടെ ഒരു ട്രെൻഡിനെ കുറിച്ച് പറയാമോ? ഇപ്പൊ നമ്മളെല്ലാവരും മേക്കപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോ എന്ന് വെച്ചാൽ ഓരോ ദിവസം അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് ഒന്ന് പറയാമോ മേക്കപ്പിന്റെ? മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയർ ബ്രഷ് മേക്കപ്പ് ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. എയർ ബ്രഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിക്കോൺ കണ്ടന്റിന്റെ കൂടുതലുള്ള ഒരു ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ HD മേക്കപ്പ് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പം നമ്മൾ മാറ്റ് ഫിനിഷ്, ഗ്ലാസ് സ്കിൻ, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. സാറ്റൻ ഫിനിഷ്, അങ്ങനെ മേക്കപ്പുകൾ ഒത്തിരി ടൈപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് ട്രെൻഡിങ് ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് സ്കിന്നി മേക്കപ്പാണ്. അതായത് സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ചെയ്യാൻ. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിച്ചു വരുന്നതും, ചേച്ചി എനിക്ക് ഞാനായിട്ട് തന്നെ എൻ്റെ വെഡ്ഡിങ്ങിലേക്ക് നിന്നാൽ മതി, പക്ഷെ എൻ്റെ മുഖത്തുള്ള മാർക്സും സ്കാർസും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം, ഒന്ന് എൻഹാൻസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യണം, പക്ഷെ എൻ്റെ സ്കിൻ ടോണൊന്നും മാറണ്ട. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം അറിയാമല്ലോ, ഇപ്പൊ നമ്മള് എല്ലാ ബ്രൈഡ്സും യുണീക്കാണ്. അതെ, എന്താന്ന് വെച്ചാല് എല്ലാ ബ്രൈഡ്സും യുണീക്കാണ്. ഇപ്പൊ നമ്മള് ഓരോരുത്തരുടെ ഫിംഗർ പ്രിന്റ് ഓരോ ടൈപ്പിലാണെന്ന് പറയുന്ന പോലെ, അപ്പൊ അവരുടെ സ്കിൻ ടോൺ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്കെപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് സ്കിൻ ഫിനിഷ് മേക്കപ്പ്. ഇപ്പൊ ചേച്ചിക്ക് ഒരുപാട് എൻക്വയറീസ് ബ്രൈഡ്സിന്റെ വരുന്നുണ്ടെന്ന് അറിയാം. ഇപ്പൊ ബ്രൈഡ്സ് ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കല്യാണാലോചന വരുമ്പോ തന്നെ ഒരു പെൺകുട്ടി, ഇപ്പൊ ഏത് പെൺകുട്ടി ആയാലും ആദ്യം ചെയ്യുന്നത് നമുക്ക് പറ്റിയ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തപ്പുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റ എടുക്കുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തപ്പുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരാളെയാണ് നമ്മളെല്ലാവരും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ ബ്രൈഡ്സ് ആവാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ടിപ്സ് ഒന്ന് പറയാമോ?
ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ വീട്ടിലും ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആക്ച്വലി. കാര്യം എല്ലാവർക്കും നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. കാര്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കര പാഷനേറ്റ് ആണ് നമ്മൾ, എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് സാധ്യതകളുണ്ട്. എല്ലാവരും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളായിട്ടായിരിക്കണം. നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മളോട് തന്നെ നമ്മള് ഓരോ ദിവസം ഓരോ വർക്ക് കഴിയുമ്പോഴും കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത് പോവാന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രൈഡ്സിനോട് പറയുന്ന ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ഒരു ലാസ്റ്റ് ടൈമിൽ, അതായത് ഒരു വെഡ്ഡിങ് ഡേക്ക് ഒരു 3 മാസം മുന്നേ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഒരു ഫേഷ്യലോ എന്താണെങ്കിലും പുതിയതൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ഫേഷ്യലും ആ ടൈമിൽ ചെയ്യരുത്. ചില കുട്ടികൾ സ്കിൻ പീൽ ചെയ്യാൻ പോകും, ചിലര് കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഹെയറിന് ബോട്ടോക്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോകും. അപ്പം അതൊക്കെ ഒരു 3 മാസം മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു 90 ഡേയ്സിനുള്ളിൽ പുതിയ കാര്യങ്ങൾ, ക്രീംസ് ആണെങ്കിൽ പോലും പുതിയതൊന്നും പരീക്ഷിക്കരുത്. അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം ഡയറ്റും എക്സസൈസും കാര്യങ്ങളും, പിന്നെ മെയിൻ ആയിട്ട് പിള്ളേര് ഹാപ്പി ആയിട്ട് ഇരിക്കുക. പക്ഷെ നമ്മള് എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും സ്മൈല് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെയും എല്ലാവരുടെയും സ്നേഹം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണത്, ഒരു കെയറും ഒക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ഹാപ്പി ആയിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാം, ശരിയാണ്, ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് വീഡിയോസ് എല്ലാം നമ്മൾ കാണും. പക്ഷെ നമ്മൾക്ക് കഴിയുന്നതും ഒരു ട്രയൽ എടുക്കാനായിട്ട് നോക്കുക. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് ഒരു ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. കാര്യം നമ്മുടെ ബിഗ് ഡേ ആണ്. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സോ നമ്മുടെ ബിഗ് ഡേ ആണ്. നമുക്ക് നന്നായിട്ട് അത്രയും അറിവുള്ള രീതിയിലുള്ള ആളുകളെ സേഫ് ആയിട്ട് എത്തിക്കാം. അപ്പൊ ഇപ്പൊ ചേച്ചി ബ്രൈഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ബ്രൈഡ്സ് അല്ലാതെ ഇപ്പൊ നോർമലി ഡെയിലി കോളേജിൽ പോകുന്ന, ഓഫീസിൽ പോകുന്ന ഞങ്ങൾക്കൊക്കെ എന്താണ് ഒരു ടിപ്സ് പറഞ്ഞു തരാനുള്ളത്? സ്കിൻ കെയർ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം മേക്കപ്പിന്റെ ആവശ്യമില്ല ആക്ച്വലി. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നേരത്തേക്ക് 4-5 സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10-15 സ്റ്റെപ്പ് വരെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം ഇപ്പൊ ചില കുട്ടികള്, ഇപ്പൊ എൻ്റെ തന്നെ ഒരു കസിന്റെ മോള് തൃശ്ശൂരിന്ന് ആള് വിളിച്ചിട്ട് എന്നോട് ചോദിക്കാണ്, ഒരു സിറത്തിന്റെ ഒരു ബ്രാൻഡിന്റെ ഓഫർ വന്നേക്കുവാണ്, ഞാനിത് വാങ്ങിച്ച് ഉപയോഗിച്ചോട്ടെ. ആള് 10th ചെറിയ കുട്ടിയാണ്. കാര്യം എന്താ വെച്ചാല്, നമ്മളിപ്പോ പിള്ളേരിപ്പോ എന്താ പറയാ, ഫേസിൽ മോയ്സ്ചറൈസർ, ടോണർ, എന്താ പറയാ, മാസ്കുകള്, സിറംസ്, അതുപോലെ തന്നെ ഫേസ് മിസ്റ്റ്, ഫേസ് ഓയില്, നൈറ്റ് ക്രീംസ്, ഡേ ക്രീംസ്, കുറേ അവരുടെ ആ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ വന്നിട്ട് ലാസ്റ്റ് മെന്റലി സ്ട്രെസ്ഡ് ആവാണ്. അതായത് ഇപ്പോൾ ഫ്രണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കസിൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഞാനിത് യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ, ആ ഒരു മൈൻഡ് ആവാണ്. പക്ഷെ ഈ ഒരു കൊറോണയുടെ സീസൺ കഴിഞ്ഞ പിന്നെയാണ് ഇത് കൂടുതലും ഈ ഒരു സ്കിൻ കെയർ കൂടിയത്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ്, നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ വേണമെങ്കിൽ മാത്രം നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ pH ലെവലൊക്കെ നോക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെയാണ്. അപ്പൊ മെയിനായിട്ട് സ്കിൻ കെയറിൽ ഈ ഒരു 3 കാര്യങ്ങള് ഇപ്പൊ നിലവിൽ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക? ഓൺലൈനിൽ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് തിരഞ്ഞെടുക്കുക വെച്ചാൽ, ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഡ്രൈ ആവുന്നോ അത്രത്തോളം നമുക്ക് ഏജിങ് സയൻസ് കാണിച്ചു കൊടുക്കും, റിങ്കിൾസ് ഒക്കെ. അപ്പൊ അധികം പതയില്ലാത്ത ഒരു ഫേസ് വാഷ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതും ഈ പറഞ്ഞ പോലെ ഓയിലി ഡ്രൈ സ്കിന്നൊക്കെ നോക്കിയിട്ട് നമുക്കിപ്പോൾ എടുക്കാം. സെറ്റാഫിൽ പോലെ നല്ല ബ്രാൻഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, ഇവിടെ ഡിസംബറിൽ നമുക്ക് വിന്റർ വരുമ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും, ആ കുട്ടി ഇപ്പോൾ വേറൊരു രാജ്യത്തേക്ക് പോകണം, അവിടുത്തെ വിന്റർ വരുമ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഏജ് അനുസരിച്ച് നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ എൻവിറോൺമെന്റ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സൺസ്ക്രീനിന്റെ കാര്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ സിവിൽ എഞ്ചിനീയർ ആയിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വെയിലത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആയിരിക്കില്ല ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ടുള്ള ഒരു കുട്ടി AC-യിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. നമ്മൾക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആയിട്ട് ചോദിക്കാനുള്ള, ഇപ്പൊ കുറെ സിറംസ് ഉണ്ട്, ഒരുപാട് കമ്പനീസിന്റെ പ്രോഡക്ട്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
ഈ സിറത്തിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും. സിറം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിറം എല്ലാവർക്കും ആവശ്യമില്ലാത്ത സാധനമാണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് വൈറ്റമിൻ സിയുടെ സിറം, അത് നമ്മൾ ഓൾ സ്കിൻ ടൈപ്പാന്ന് പറയുന്നത് ബ്രൈറ്റനിങ്ങിന് വേണ്ടി ആൻറ്റി ഏജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് 365 ഡേയ്സും ഒരു ഇയറിൽ നമുക്കത് യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം ഈ സിറം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിനൊരു ചൂട് തട്ടും. അപ്പം നല്ല സമ്മർ സീസണിൽ നമ്മൾ ഈ സിറം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? സ്കിൻ ഡാമേജ് ആവില്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹൈലറോണിക് ആസിഡിന്റെ സിറം, നിയാസിനാമൈഡ് സിറം, അങ്ങനത്തെ സിറംസ് ഒക്കെ നമ്മൾ ഡേ ടൈമിലും, സ്കിൻ റിപ്പയർ ചെയ്യുന്ന സിറംസ് ആണെങ്കിൽ നമുക്ക് നൈറ്റ് ടൈമിലും ഉപയോഗിക്കാൻ പറ്റും. അതും എല്ലാം ഞാൻ പറയുന്നത് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ നിങ്ങളുടെ സ്കിന്നൊന്ന് നോക്കുക, അതിനുശേഷം ഉപയോഗിക്കുക. ബ്രാൻഡുകളോ ഇൻഫ്ലുവൻസേഴ്സോ ഒക്കെ പറയുന്നത് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കാര്യം നമ്മുടെ സ്കിൻ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ അതുപോലെ ചേച്ചി, എനിക്ക് ഇതിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്കും ഒന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ 20 മിനിറ്റ്സിൽ കൂടുതൽ അപ്ലൈ ചെയ്യരുത്. അത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഷീറ്റ് ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഷീറ്റ് ഓഫ് മാസ്കിലും ഈ സെറം തന്നെയാണ് നമുക്ക് മുഖത്തേക്ക് വലിയ. അപ്പൊ അതൊരു 15-20 മിനിറ്റ് കൂടുതൽ വെക്കരുതെന്ന് പറയുന്നത് അത് ഉള്ളിലേക്ക് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷെ ആ 20 മിനിറ്റിന് ശേഷം അത് പുറത്തേക്ക് തള്ളും. മനസ്സിലായി? അത് റിവേഴ്സ് ആവും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം 20 മിനിറ്റ്സ് അത്രയും ഷീറ്റോ മാസ്കുകളൊന്നും അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഇപ്പൊ നമ്മൾ ഹോം റെമഡീസ് ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ 20 മിനിറ്റ്സ് ആണ് അതിന്റെ ഒരു കണക്ക്. അതിൽ കൂടുതൽ നമ്മൾ അതാ ഞാൻ പറയുന്നത്, ഇതൊരു സയൻസ് ആണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ എന്ന് പറഞ്ഞാലും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാം. അതെന്താണെന്നറിയോ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് സമയം കൂടുതൽ ഇരുന്നാൽ സത്യം പറഞ്ഞാൽ ഞാനും ഇങ്ങനെ തന്നെ ചിന്തിച്ചിരുന്ന ആളാണ്. ഇതിലേക്ക് വന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതും തമ്മിൽ ശരിക്കും പറഞ്ഞാല് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് നമ്മൾ എക്സ്പീരിയൻസ് നിന്നാണ് മനസ്സിലാക്കി എടുക്കുന്നത്. ഓരോ സ്കിൻ കഴിയുന്തോറും, ഓരോ വർക്ക് കഴിയുന്തോറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയതാണ് ആക്ച്വലി. ഇതൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അല്ലാതെ എന്തായാലും നന്നായി. അതുകൊണ്ട് ഇപ്പൊ എനിക്കും മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ, അത് നല്ല കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇനിയൊരു കാര്യം, ഈ ബ്രൈഡ്സിനൊക്കെ ഈ കല്യാണത്തിന് തൊട്ട് മുന്നേ പിമ്പിള് കൂടാറുണ്ട്, അതുപോലെ ഡാൻഡ്രഫ് വരും, അതുപോലെ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവും. ബ്രൈഡ്സിന് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ ഞങ്ങൾക്കും അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ? ഇപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമുക്കിപ്പോൾ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് കൂടുതലായിട്ട് ഡാൻഡ്രഫ് വരാറുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും നമുക്കത് സ്കാൽപ്പ് ഡ്രൈ ആവും. അപ്പൊ അങ്ങനെയാണ് കൂടുതലും ഡാൻഡ്രഫ് വരാം. ഇപ്പൊ പണ്ടത്തെ അമ്മമാരൊക്കെ പറയില്ലേ, എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിക്കാൻ. ബ്രൈഡ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, കല്യാണം നടക്കുമ്പോൾ നന്നായിട്ട് എണ്ണ തേച്ച് തലയിൽ മസാജ് ചെയ്ത് കുളിക്കാന്ന് പറഞ്ഞ മെയിൻ കാര്യം സ്കാൽപ്പിൽ ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം, ഡെയിലി എണ്ണ തേച്ച് കുളിക്കണോ? അപ്പൊ ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. വീക്ക്ലി 2 ആണ്. 2 ദിവസം നന്നായിട്ട് എണ്ണ പുരട്ടി മസാജ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് മാക്സിമം ഇരുന്ന് കുളിക്കുക. നന്നായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഒഴിച്ച് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ ഇടുക. ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിലെ പോലെ തന്നെ ഹെയറിലും പോസ് ഉണ്ട്, ഇതൊക്കെ ഓപ്പൺ ആവും. കണ്ടീഷണർ ഇടുമ്പോൾ അതെല്ലാം ക്ലോസ് ആവും. സേഫായിട്ട് വെക്കുക. അപ്പം എന്താ വെച്ചാൽ സ്കാൽപ്പ് എത്രത്തോളം ക്ലീൻ ആവുന്നോ അത്രത്തോളം ഡാൻഡ്രഫ് കുറയും. പിന്നെ ഞാൻ പറയാറുള്ള പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഡയറ്റ് ചെറിയ രീതിയിലെങ്കിലും ബ്രൈഡ്സ് മസ്റ്റായിട്ട് നോക്കണം. കാര്യം നിങ്ങളുടെ ബിഗ് ഡേ ആണ്, നിങ്ങളാണ് ഒരുങ്ങേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാം ഒരു എലഗന്റ് ആയിട്ടൊരു ലുക്കിൽ വന്നാലേ ആ ദിവസം നിങ്ങളുടെ മുഖത്തെ ഒരു ചിരിയും കൂടി വേണ്ടേ. അപ്പൊ എല്ലാം ഭംഗി. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, കണ്ടീഷണർ തലയോട്ടിയിൽ ടച്ച് ചെയ്തതെന്ന് പറയുന്നത്, അത് കണ്ടീഷണർ ഹെയറിനുള്ളതാണ് മോളെ, നമ്മൾ ഷാമ്പു ആണ് സ്കാൽപ്പിനുള്ളത്. പിന്നെ പിമ്പിൾസിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾക്ക് ഡാൻഡ്രഫ് കാരണം പിമ്പിള് വരാം. പിന്നെ ഫുഡിന്റെ ന്യൂട്രിയൻസിന്റെ കുറവ് കാരണം പിമ്പിള് വരാം. നമ്മൾ കോമൺ ആയിട്ട് പിമ്പിള് വരുമ്പോഴേക്കും ക്ലിൻഡാമൈസിനാ കൊടുക്കുക, ജെല്ല് പറയുന്ന
പക്ഷെ അത് നമ്മൾ പിമ്പിളുടെ പുറമേ പുരട്ടിയിട്ട് അത് വലിഞ്ഞു പോകുന്നല്ലാതെ ഉള്ളിലത്തെ റീസൺ കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ് ചെയ്യാതെ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞത്, മുടികൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ HBയുടെ ഇത്, അല്ലെങ്കിൽ ഹോർമോൺ ഇപ്പോൾ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കാരണമൊക്കെ നമുക്ക് മുടി പൊഴിയാം. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ പുറമേ മാത്രം ചെയ്തത് കൊണ്ടിട്ട് കാര്യമില്ല. ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് എവിടെയാണോ പ്രോബ്ലം അത് കണ്ടുപിടിച്ച് ചെയ്ത പ്രശ്നമില്ല. അപ്പൊ ഇനി എന്റെ മാത്രമല്ല, ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ്, 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോവാം? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സ്കിൻ ഫുഡ് ആദ്യം കൊടുക്കുക സ്കിന്നിന്, അതായത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക, ഒരു പൗഡർ ഫിക്സ് ചെയ്യുക, ഒരു ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഐബ്രോ ഒന്ന് കളർ ചെയ്യുക, ഒരു കാജൽ വെച്ച് കണ്ണെഴുതുക, ഒരു ലിപ്സ്റ്റിക്ക് മതി. ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ലിപ്പ് കളർ ചെയ്യാം, ചീക്സിൽ ബ്ലഷ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ബ്ലഷ് ചെയ്യാം, ഐ ഷാഡോവും ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ആണോ ഏറ്റവും നല്ലത്? അല്ലെങ്കിൽ ഇപ്പൊ ലിക്വിഡ് ഉപയോഗിച്ചിട്ടും പിള്ളേർ പറയാറുണ്ട് അധിക സമയം നിന്നില്ല, പെട്ടെന്ന് പോകണു എന്നൊക്കെ. അതായത് നല്ല ക്വാളിറ്റിയിലുള്ള ലിപ്സ്റ്റിക് വാങ്ങിച്ചാലും അല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അധിക സമയം നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട്. നമ്മൾ ബ്രഷിൽ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ എങ്ങനെയാ ചെയ്യണേ, കുറച്ചിട്ടിട്ട് അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചുണ്ടിനൊരു ചൂടുണ്ട്. അപ്പൊ ലിപ്സ്റ്റിക്കിന് അതിൽ ആ ചൂട് തട്ടി കഴിയുമ്പോഴേക്കും ലാസ്റ്റിംഗ് കുറയും. അതായത് മേളിലും താഴെയും ലിപ്പിന് 2 കറക്റ്റ് ആയിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ചൂടടിക്കുമ്പോഴേ അതിന്റെ ആ ഒരു ബൈൻഡിങ് വ്യത്യാസം വരും പ്രൊഡക്റ്റിന്റെ. അത് എത്ര നല്ല കമ്പനീസ് നമ്മൾ യൂസ് ചെയ്താൽ, എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ ആ ടെക്നിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നിൽക്കില്ല. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്? അതായത് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഓൺലൈൻ വഴിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈനിൽ കാണുന്നു, ഓഫർ കാണുന്നു, അപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്നു, വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവുന്നു, പിന്നെ ഇത് നിർത്തുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്ത് വരുന്നു, ചേച്ചി അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു പതിവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൺലൈനിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഓഫറുകൾ കാണുന്ന കാര്യം പറഞ്ഞല്ലേ. ഇപ്പോൾ നമ്മൾക്ക് റിയൽ ആയിട്ടുള്ള സൈറ്റ് ആണെന്ന് നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നൈക്കയുടെ സൈറ്റ് അല്ലെങ്കിൽ സെഫോറ ഇന്ത്യയുടെ, അതൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ അവരതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാരാണ്. നല്ല കറക്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടൈം എന്ത് പ്രൊഡക്റ്റ്, എന്ത് കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ലിപ്സ്റ്റിക് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചിയിൽ ഒത്തിരി സ്റ്റോഴ്സ് ഉണ്ട് അവരുടെ. അപ്പം ആ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് പ്രൊഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഷെയ്ഡെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ല, ഇപ്പൊ നമ്മൾ പോകുമ്പോ തനിയെ പോയാൽ മതി, ഇപ്പൊ അവിടെ നമുക്ക് അവർ കറക്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരാനുള്ള ആളുകളുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. അതിപ്പോ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീൻസ് നമുക്ക് 2 ഹൈ റേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്, അല്ല മീഡിയം ടൈപ്പിന്. ഇപ്പോൾ ലോറിയല്, ഇപ്പോൾ ഏറ്റവും അടുത്ത് കിട്ടുന്ന എന്താ മേബിലൈൻ, ഷുഗർ, അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരും. അതുപോലെ തന്നെ കൂടിയതാണെങ്കിൽ എന്താ പറയുക, ഷാലറ്റിൻ ബെറി, സ്റ്റീ ലോഡർ, ഡിയോ, ഇതൊക്കെ കൂടിയ ബ്രാൻഡുകളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ചേച്ചി എന്നോട് ഇതിക്ക് മുൻപ് അണ്ടർടോണിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഡ്രസ്സും ഓർണമെന്റ്സും മേക്കപ്പ് ഒക്കെ ചൂസ് ചെയ്യണമെന്ന് പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് 2 സിസ്റ്റേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഉള്ളത്, രണ്ടുപേരും സെയിം കളർ ആയിരിക്കും കാണാനായിട്ട്, ഒരേ കളർ ഒരേ ഫേസ് കട്ടൊക്കെ ആയിരിക്കും. പക്ഷെ രണ്ടുപേരും കൂടി പോയിട്ട് ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്ന് രണ്ടുപേരും ചെയ്ത് കഴിയുമ്പോൾ ഒരാൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് മാറും, ഒരാൾ കറക്റ്റായിട്ട് നിൽക്കും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അണ്ടർടോൺ തെറ്റിപ്പോകുന്നതാണ്. അതായത് നമ്മൾ ചിലർക്ക് വാം അണ്ടർടോൺ ആയിരിക്കും, ചിലർക്ക് കൂൾ അണ്ടർടോൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു അമ്മയുടെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒന്നുമില്ലെങ്കിൽ വെയിൻ നോക്കുക. വെയിൻ നോക്കുമ്പോൾ ഗ്രീൻ വെയിൻ ആണെന്നുണ്ടെങ്കിൽ വാം ആയിരിക്കും, അല്ല ബ്ലൂ വെയിൻ ആണെന്നുണ്ടെങ്കിൽ കൂളായിരിക്കും. എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞ് നമ്മുടെ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോൾ ഗ്രീൻ വെയിൻ ആണ് കാണുന്നതെങ്കിൽ
വാം ആയിരിക്കും. ഓക്കെ. മറ്റേ ബ്ലൂ മെയിനാണ് കാണുന്നതെങ്കിൽ അത് നമ്മൾക്ക് കൂൾ അണ്ടർടോണിലേക്ക് പോകും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ്, ന്യൂട്രൽ ആയിരിക്കും. അപ്പൊ സെലക്ട് ചെയ്യും. ഇല്ല, അവർക്ക് അപ്പൊ കുഴപ്പമുണ്ടാവില്ല. രണ്ട് ചേരും, രണ്ട് പോകും, കുഴപ്പമുണ്ടാവില്ല. മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മുടെ അണ്ടർടോൺ നോക്കിയിട്ട് എടുക്കുക. അതുപോലെ വാം അണ്ടർടോൺ ഉള്ളവർക്ക് ഗോൾഡൻ കളറിലെ ഓർണമെന്റ്സ് ആയിരിക്കും ഭംഗി. കൂൾ അണ്ടർടോൺ ആണെങ്കിൽ അവർക്ക് സിൽവർ കളറിലെ ഓർണമെന്റ്സ് ആയിരിക്കും കുറച്ചുകൂടി ചേരാൻ. ഇനി പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ നമ്മളൊന്ന് വെയിലത്ത് ഇറങ്ങിയിട്ട് വരുവാണ്, എവിടെയെങ്കിലും പോയി ടാൻ അടിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കിന്നിങ്ങനെ വെയിൽ കൊള്ളുമ്പോൾ ഒരു റെഡിഷ് കളർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചുള്ള അണ്ടർടോൺ കൂളാണ്. അന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ വാമാണ്. അങ്ങനെയാണ്, അതനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി ഒരു കാര്യം, ഇപ്പൊ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയും മേക്കപ്പ് ആയിട്ടുള്ള ഒരു ബന്ധം എന്താണ്? സത്യത്തില് നമ്മുടെ ഈ കൊറോണ സീസൺ കഴിഞ്ഞ പിന്നെയാണ് ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാല് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രാധാന്യം ആ ഒരു ടൈമിലാണ് നമുക്ക് മനസ്സിലായത്. ഒത്തിരി പേര് ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ലേ, ഓൺലൈൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യം, നമുക്ക് ഒരുപാട് എന്താ പറയാ, ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ഒത്തിരി നമുക്ക് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഫസ്റ്റ് നമ്മൾ സംസാരിച്ചായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് കുട്ടികൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ബിസിനസ്സൊക്കെ നന്നായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കിന്നൊക്കെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സമ്പ്രദായം മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ക്ലയൻറ്റ്സ് കൂടുതലും വരുന്നത് ചേച്ചി സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നാണ്. പക്ഷെ എങ്കിലും കൂടെ ഇപ്പൊ ഗ്ലൂട്ടാത്തയോൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കുറെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വെളുക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ, അതൊക്കെ കൂടുതലായിട്ട് പ്രൊമോഷൻസ് കാണിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്കിൻ ടോൺ ഒരു വലിയ സംഭവമായിട്ട് പിള്ളേരെ അറിയാതെ അവരുടെ ഉള്ളിൽ കയറുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ വലിയ വലിയ ബ്രാൻഡ്സിന്റെ മോഡൽസ്, സൂപ്പർ മോഡൽസ് എന്ന് അവരെയൊക്കെ പറയാം, അവരെയൊക്കെ റാമ്പിൽ കയറുമ്പോൾ നമുക്ക് കാണാം അവരാരും വെളുത്തതല്ല. പക്ഷെ നമ്മുടെ നാട്ടില് അത് കഴിക്കും ഇത് കഴിക്കും വെളുക്കണം എന്നുള്ള രീതിയിലാണ്. വെളുക്കണത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏഷ്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീറ്റിഷ്, ഒരു മീഡിയം ടോൺ ആണ് നമ്മളുടെ. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഓവറായിട്ട് മെന്റലി സ്ട്രെസ്ഡ് ആവുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ, ഫുഡ് മാറുമ്പോൾ, എൻവിറോൺമെന്റ് മാറുമ്പോഴൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ടെൻഷൻ വന്നാൽ പോലും നമ്മുടെ മുഖത്ത് നോക്കിയാൽ അത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് അതിനൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാനുള്ള സാധനം മാത്രമല്ല, ആക്ച്വലി അതൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ വെളുക്കാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ക്വിക്കായിട്ട് എന്ത് റിസൾട്ട് കിട്ടിയാലും അതിന് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്തായാലും ഉണ്ടാവും. ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പിന്നെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ടേസ്റ്റി ആയിരിക്കുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കില്ല. അതുപോലെയാണ് എന്ത് കാര്യം പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ടോ ഒന്ന് സൂക്ഷിക്കുക. എന്നാ പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അതിനെന്തൊക്കെ ചെയ്യണമെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരൂ. കുട്ടി, ആക്ച്വലി കൊറിയൻ ഗ്ലാസ് സ്കിൻ നമുക്ക് ആവശ്യമുണ്ടോ? അതായത് കൊറിയ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഹോർമോൺസ്, ജെനറ്റിക്സ്, അവരുടെ എൻവിറോൺമെന്റ്, അവരുടെ ഫുഡ്, അവരുടെ ആ ഒരു രീതിയിൽ അവർക്ക് ബൈ ബർത്ത് കിട്ടുന്നതാണത്. നമ്മളിവിടെ കേരളത്തില് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഫുഡ്, നമ്മുടെ ജെനറ്റിക്സ്, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ എൻവിറോൺമെന്റ് ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഉള്ളിൽ കിടക്കുമ്പോൾ അതിന്റെ പുറമെ നമ്മളിപ്പോ മേക്കപ്പ് ചെയ്യണ പോലെ ജസ്റ്റ് ഒരു ലെയർ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ വേണ്ടാന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അതിന് ആവശ്യമില്ല. ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നമുക്ക് ചെയ്യാം. കുറച്ച് നാള് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യാം. പക്ഷേ ഡെയിലി ലൈഫിൽ കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ അതായത് നമുക്ക് ഉള്ള സ്കിന്നിനെ വെളുപ്പിക്കാൻ നോക്കാതെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, നല്ല ഫുഡ് കഴിക്കാം. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കളറ്, സ്കിന്നിന്റെ ടോൺ
അത് ഇൻക്രീസ് ആയി വരും. അല്ല സ്വന്തം കളറിൽ ഒരു ആത്മവിശ്വാസം വേണ്ടേ? ഇപ്പൊ ഏത് അതാണ് ഞാൻ പറഞ്ഞത്. കളറാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എല്ലാം നമ്മളുടെ കയ്യിലാണ്. നമ്മൾ സെൽഫ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രൈഡ്സ് ചിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഓക്കെയാണോ? ഓക്കെയാണ്. ഇപ്പൊ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും മനസ്സ് നിറയെ സന്തോഷമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാലോ മോളെ, ഒത്തിരി കഴിവുള്ള ആളുകൾ ഒത്തിരി ഉയരങ്ങളിൽ എത്തുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്കാണ്, അവരുടെ കഴിവാണ് അവർ ഉയർത്തിക്കൊണ്ടു പോകുന്നത്, അവരുടെ മെന്റാലിറ്റിയാണ്, അവരുടെ കോൺഫിഡൻസ് ലെവലാണ്. ശരി ശരി ചേച്ചി, ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. മേക്കപ്പ് ഇടുന്നത് മാത്രമല്ല, മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടേ നിങ്ങൾ കിടന്ന് ഉറങ്ങാവുന്ന ചേച്ചി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ? അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്കിന്റെ കാര്യം, അതുപോലെ നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒരു മൈക്രോ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് ഈ പറയുന്ന കോസ്മെറ്റിക്സിന്റെ. അപ്പൊ അത് ഉറങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യണ ടൈം കൂടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഇത് ഒരുപാട് ഉള്ളിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സ്കിന്നിൽ നിന്ന് എല്ലാ കോസ്മെറ്റിക്സും റിമൂവ് ചെയ്തിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊരു ഗാർണിയറിന്റെ ഒരു മൈസെല്ലാർ വാട്ടർ എടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു കോട്ടൺ എടുത്തിട്ട് വൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഉറങ്ങാം. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരിക്കലും മേക്കപ്പ് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ ഞാൻ ആരോടും പറയില്ല. അതായത് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഉറങ്ങാൻ. അത് ഈ പറഞ്ഞ പോലെ സ്റ്റിറോയിഡ് ഒക്കെ യൂസ് ചെയ്യണ പോലെ ഭയങ്കര കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിൽ കൂടെ സേഫ് ആയിട്ടിരിക്കാം, നമ്മുടെ സ്കിന്നല്ലേ. പിന്നെ ഇത്ര മണിക്കൂറേ മേക്കപ്പ് ഇങ്ങനെ ഫേസിൽ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പൊ രാവിലെ ഇപ്പൊ നമ്മളൊരു മേക്കപ്പ് ചെയ്തു, അത് ഇത്ര മണിക്കൂറത്തേക്ക്? ഇല്ല, അതൊക്കെ ടെക്നിക്സ് ആണ് മോളെ, ട്രിക്സ് ആണ്. അതായത് ഇപ്പോ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഗുരുവായൂര് ഞാൻ ചെയ്തൊരു കുട്ടിയുടെ ഗുരുവായൂരാണ് അതിന്റെ താലികെട്ട്. പക്ഷെ അതിന് ഇവിടെ കൊച്ചിയിൽ നിന്ന് പോകണം. അപ്പം രാത്രി 1 മണിക്കാണ് എന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 1 മണിക്ക് മേക്കപ്പ് ചെയ്തിട്ട് അത് ഗുരുവായൂർ പോയി അതിന്റെ താലികെട്ട് കഴിഞ്ഞ് തിരിച്ച് അതിന്റെ നാട്ടിൽ വന്ന് മാലയിടൽ ചടങ്ങ് 11 മണിക്കുണ്ടായിരുന്നു. അതിനുശേഷം സദ്യ കഴിഞ്ഞിട്ട് അതിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കയറാനുള്ള മുഹൂർത്തം വൈകിട്ട് 3 മണിക്കായിരുന്നു. അപ്പൊ അത്രയും നേരം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അത് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അത് നിർത്തുന്നത്. പക്ഷെ അത് ചെയ്യുന്നവരുടെ ടെക്നിക്സ് ആണ്, ഓരോരുത്തരുടെയും എന്താ പറയാ, ഓരോ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ലാസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ചെയ്യുക. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മൈസെല്ലാർ വാട്ടർ എടുത്തിട്ട് റിമൂവ് ചെയ്യുക, ഫേസ് വാഷ് ഉപയോഗിക്കുക, അതിന് ശേഷം കിടന്നുറങ്ങുക. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? ഇന്നത്തെ എന്റെ സംശയങ്ങളൊക്കെ തീർന്നു. ഇനി പുതിയ സംശയങ്ങളാകുമ്പോൾ വീണ്ടും വരാം. ഓക്കെ, അപ്പൊ ഇനി ചേച്ചിക്ക് ഇൻബോക്സിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരും. അപ്പൊ ഒരുപാട് സംശയങ്ങളൊക്കെ ആവുമ്പോ എന്നെ വിളിക്കാം. അപ്പൊ എന്റെ സംശയവും അതും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും കാണുന്ന എല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.